എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ അവസരം. നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിൽ MLA ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 55,200 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് മാത്രമാണ്. നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള PSC മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 4 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ MLA ഹോസ്റ്റലിൽ അമിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ 24,400 രൂപ മുതൽ 55,200 രൂപ വരെയാണ്. അമിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയുടെ കാറ്റഗറി നമ്പർ 782/2025 ജില്ലാ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിയമനം നടത്തുന്നത്. ഈ വിജ്ഞാപന പ്രകാരം നിലവിൽ 7 വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ജനിച്ചവരായിരിക്കണം. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. ശാരീരിക ക്ഷമത ഗവൺമെന്റ് സർവീസിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 4 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം യൂസർ IDയും പാസ്വേഡും യൂസ് ചെയ്ത് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളും എല്ലാം കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 4 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് ഇൻഫർമേഷൻസുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.